ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഫോണ്ടന്റ് ബേബിയെ ഉണ്ടാക്കുന്നതും കൂടെ 2 കേക്ക് ഡിസൈനിങ്ങും കാണാം. ഫോണ്ടന്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഷുഗറിൻ്റെ ഫോണ്ടൻ്റ് ആണ്. ഇത് സ്ട്രക്ചർ ആയിട്ടും റോളിംഗ് ആയിട്ടും അവൈലബിൾ ആണ്. ഇത് 225 ഗ്രാമിൻ്റെ പാക്കിന് വരുന്നത് 99 രൂപയാണ്. അപ്പോൾ നമുക്ക് ഈ ഫോണ്ടന്റ് ബേബിയെ ഉണ്ടാക്കാനായിട്ട് വൈറ്റ് ഫോണ്ടന്റിലേക്ക് അല്പം പിങ്കും യെല്ലോയും ഒരു ഡ്രോപ്പ് മതിട്ടോ. അപ്പോൾ അത്രയും മിക്സ് ചെയ്തിട്ട് നന്നായി ഇതുപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ഈ ഒരു മോൾഡിൽ ഇടുക. മോൾഡിൽ ഇട്ടതിന് ശേഷം നന്നായി പ്രസ് ചെയ്ത് ഇതുപോലെ ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബേബി റെഡിയായി കിട്ടും. ഇതുപോലെ ടോപ്പേഴ്സൊക്കെ ഉണ്ടാക്കാൻ സ്ട്രക്ചറാണ് നല്ലത്. നമുക്ക് പേരൊക്കെ എഴുതി കേക്ക് മേൽ വെക്കാനാണെങ്കിൽ റോളിങ് വേണമെന്ന് പറയണം. ഇതുപോലത്തെ 2 ബേബിനാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമുക്കൊരു ബേബി ഷോർ കേക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ബോയിനെയും ഒരു ഗേളിനെയും റെഡിയാക്കണം. കൂടാതെ കുറച്ച് സ്റ്റാറുകളും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഗോൾഡൻ കളർ ഡിസൈൻ ചെയ്യാൻ ആയിട്ടുള്ളതാണ്. അപ്പോൾ ബേബി ബോയിനെ റെഡിയാക്കാനായിട്ട് വൈറ്റ് ഫോണ്ടന്റിൽ ബ്ലൂ കളർ ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ സെറ്റാക്കി എടുക്കുക. ഒരു ക്യാപ്പും അതുപോലെ ഒരു ചെറിയൊരു ഡ്രസ്സും റെഡിയാക്കിയിട്ടുണ്ട്. ബേബി ഗേളിന് വേണ്ടിയിട്ട് ഇതുപോലെ പിങ്ക് കളർ ഡ്രസ്സും ഒരു എയർ ബാൻഡും സെറ്റാക്കിയിട്ടുണ്ട്. ഇതുപോലെ അവർക്ക് കിടക്കാനായിട്ട് 2 ഷീറ്റും സെറ്റാക്കിയിട്ട് നമുക്ക് കേക്കിലേക്ക് വെക്കാം. അപ്പോൾ എനിക്ക് വിട്ടുപോയൊരു കാര്യം എന്താ വെച്ചാൽ ടൂത്ത് പിക്ക് കുത്തി വെക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ബേബിൻ്റെ താഴെയായിട്ട് ഒരു ടൂത്ത് പിക്ക് കുത്തിയിട്ട് വേണം കേക്കിൽ വെക്കാൻ, ഇല്ലെങ്കിൽ നീങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത സ്റ്റാറിനൊക്കെ ഇതുപോലെ ഗോൾഡൻ കളർ പെയിൻറ്റൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടിട്ട് ഗോൾഡൻ ഡസ്റ്റും സൺഫ്ലവർ ഓയിലും മിക്സ് ചെയ്തിട്ടാണ് ഈ ഗോൾഡൻ പെയിൻറ്റ് റെഡിയാക്കിയിട്ടുള്ളത്. അടുത്തതായി നമുക്കൊരു ഹാഫ് കേക്ക് സെറ്റാക്കാം. ഇത് 6 മന്ത് ബേബീസിന് വേണ്ടിയിട്ടാണ് റെഡിയാക്കുന്നത്. ഇതൊരു 1/2 kg കേക്കാണ്. എന്നാൽ 6 ഇഞ്ച് ടിന്നിൽ ഒഴിക്കുന്നതിന് പകരം 7 ഇഞ്ചിൻ്റെ ടിന്നിൽ ഒഴിച്ച് ബേക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് 3/4 കിലോ കേക്ക് റെഡിയാക്കുന്ന ടിന്നാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഒഴിക്കുമ്പോൾ നമുക്ക് 2 ലെയർ ആയിരിക്കും കിട്ടുക. ഇത് നമ്മൾ ഇതുപോലെ സെറ്റാക്കിയതിന് ശേഷം ഹാഫാക്കി മുറിച്ച് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് സെറ്റാക്കുമ്പോൾ കറക്റ്റ് റെഡി ആയിട്ട് കിട്ടും. ഇത് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്പം സെൻറ്ററിലേക്കാക്കി നീക്കി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്കാക്കി വെക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് മറിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പം. അപ്പോൾ അല്പം സെൻറ്ററിലേക്ക് നീക്കി വെച്ചിട്ട് വേണം നമ്മളിത് ഫിനിഷ് ചെയ്തെടുക്കാൻ. ഇതൊരു 8 ഇഞ്ച് ബോർഡിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇതിന് തീം പറഞ്ഞിട്ടുള്ളത് ഒരു ടെഡി ബിയർ തീമാണ്. അതുപോലെ ലാഡറൊക്കെ വെച്ച് സെറ്റാക്കണം. ഫോണ്ടന്റ് വർക്കാണ് വേണ്ടതെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മളെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് റോസ് പെറ്റൽ ഡിസൈൻ കേക്കാണ്. ഇതിന് വേണ്ടിയിട്ട് ഈ 2 സ്പാച്ചുല നമ്മുടെ കയ്യിൽ വേണം. ഇതിൽ കാണുന്ന ഫസ്റ്റ് സ്പാച്ചുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പെറ്റൽസ് വരയ്ക്കുന്നത്. ഫിനിഷ് ചെയ്ത കേക്ക് നല്ലോണം ഒന്നുകൂടി തണുപ്പിച്ചതിന് ശേഷം മാത്രം നമ്മളിങ്ങനെ പെറ്റൽസ് വരയ്ക്കണം, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഡാർക്ക് റോസിൻ്റെ പെറ്റൽസൊക്കെ വരച്ച് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് അല്പം വൈറ്റ് ക്രീം ആഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ തന്നെ ലൈറ്റ് കളർ ഷെയ്ഡും കിട്ടും. അതുപോലെ പെറ്റൽസ് വരയ്ക്കുമ്പോൾ കൂടുതൽ പ്രസ് ചെയ്യാൻ പാടില്ല. താഴത്തുള്ള ക്രീം ഇളകാതെ തന്നെ മുകളിലത്തെ പെറ്റൽസ് വരച്ചെടുക്കണം. പിന്നെ ഈ ഒരു ടൈപ്പ് പാലറ്റ് നൈഫ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഇതുപോലെ ഗ്രീൻ കളറിലെ ലീഫൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ. താങ്ക്